നമസ്കാരം. നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ടാണ്. ഇന്ന് നമ്മളൊക്കെ ഒരു കുക്കറി ഷോ ആണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കിടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി പാചകം ചെയ്യുന്നത് റീനു ആണ്. നമസ്കാരം റീനു. നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് എന്ത് പാചകമാണ് ചെയ്യുന്നത്? എന്താണ് ഉണ്ടാക്കുന്നത്? ഓണക്കല്ലേ, നമുക്ക് സ്പെഷ്യൽ ഒരു പായസം ഉണ്ടാക്കാം. മഷ്റൂമിനെ കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ കൂണിനെ കൊണ്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു പലതരത്തിലുള്ള പ്രഥമനായാലും പാൽപ്പായസായാലും അടപ്രഥമൻ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ കൂണിന്റെ ഒരു പായസം എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ആയി തോന്നുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സാധാ പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അടക്ക് പകരം കൂണിടുന്നു എന്നുള്ളൂ. അപ്പൊ ഈ കൂണ് ഏകദേശം കട്ട് ചെയ്ത് ഒന്ന് വേവിക്കുമ്പോ ഒരു അട പോലെ ഫീൽ ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇപ്പം ഗ്യാസ് കത്തിച്ചു. ഇത് 2 ലിറ്റർ പാലാണ്. അപ്പൊ അതിന് മുന്നേ നമ്മളിപ്പം ചെയ്തു വെച്ച കാര്യങ്ങളൊന്ന് പറയാൻ അറിയണം. ഇത് മഷ്റൂം ചെറുതായി കട്ട് ചെയ്ത് നെയ്യിൽ വഴറ്റിയെടുത്തതാണ്. വഴറ്റുമ്പോൾ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെയ്യും പഞ്ചസാരയും ഇട്ട് കൂണ് കട്ട് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഈ പാല് നന്നായി തിളക്കണം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ പാട തെളിഞ്ഞു വരും. ഞാൻ ഇവിടെ തന്നെ ഫാമിൽ ഉണ്ടാക്കുന്ന കൂണാണിത്. ഓയിസ്റ്റർ മഷ്റൂം ആണ്, ചിപ്പിക്കൂൺ എന്ന് പറയും. അപ്പോൾ റീനു ഒരു ഇതാണ് ചിപ്പിക്കൂൺ. അപ്പൊ റീനു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൂണ് ഉപയോഗിച്ചാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത് അല്ലെ? ഒരു ചെറിയൊരു സംരംഭക കൂടിയാണ്. അതെ അതെ അതെ. അപ്പൊ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങാറുണ്ടോ? വാങ്ങാറുണ്ട്. കടകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് പഠിച്ചെടുത്തത്? യൂട്യൂബ് നോക്കി ക്ലാസ് കണ്ട് പഠിച്ചെടുത്തു. അങ്ങനെയാണ് കുങ്കുഷിയിലേക്ക് വന്നത്. അപ്പൊ ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അതെ. പിന്നെ എങ്ങനെ ഈ ഒരു വ്യത്യസ്തമായ ഒരു പ്രിപ്പറേഷനിലേക്ക് വന്നത് എങ്ങനെയാണ് കൂണിനെ കൊണ്ട്? കൂണിനെ കൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. കൂൺ ബിരിയാണി ആക്കിയിട്ടുണ്ട്, ഫ്രൈഡ് റൈസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം വെറുതെ പായസം ഉണ്ടാക്കി നോക്കി. അപ്പൊ അതിനെക്കാട്ടിയും ടേസ്റ്റ് എനിക്ക് പായസത്തിന് തോന്നി. അങ്ങനെയാണ് പിന്നെ അതൊരു വിജയമായി മാറിയത്. ഇപ്പൊ ഈ കൂൺ പായസം ഉണ്ടാക്കുമ്പോ കൂണിന്റെ കൂടെ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്? 2 ലിറ്റർ പാല്, പിന്നെ നമ്മള് പഞ്ചസാര, ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണിത്. 2 കപ്പ് അത്, പിന്നെ ഏലക്കായ, സാധാ പായസത്തില് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ. പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, സാബൂനരി. അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. ഇത് പിന്നെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും കുറച്ച് ഹോർലിക്സും പാലും കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്ത ഒരു മിശ്രിതമാണ്. കളറിന് വേണ്ടിയിട്ട് പാലടക്കൊക്കെ ഒരു ബ്രൗണിഷ് കളർ വരാറില്ലേ, അതിനു വേണ്ടി ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്. നല്ല ഡാർക്കും അല്ല, ചെറിയൊരു പ്രഥമൻ ടച്ച് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും വെളുത്തിരിക്കും അല്ലേ? വെറും പഞ്ചസാര പൊടി മാത്രം. അതെ അതെ. നമുക്ക് വേണമെങ്കിൽ അത് ഒഴിക്കാണ്ട് വേറെയും വെക്കാം, മാറ്റി വെച്ച് 2 പായസ രീതിയിലാക്കാം. ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് അറിയണല്ലോ അല്ലേ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. TTC ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ തന്നെ. പിന്നെ കൂണിന്റെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഇപ്പൊ കുറെ കാലമായോ ഈ കൂൺ കൃഷിയിലേക്ക് ഇറങ്ങി? 2 വർഷം.
വർഷം. അപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ പിന്നെ മൊത്തം പഠിച്ച് ഇപ്പൊ പഠിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ്. പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാരയും ഏലക്കായും ഇട്ട് മിശ്രിതം ഇതിലോട്ട് വയ്ക്കാം. പാല് തിളച്ചു. ഇനി പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത് ഇതിലേക്കിടാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇടാം അല്ലേ? അപ്പൊ ഇതൊക്കെ കുറെ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറെ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ? ബാക്കി നോക്കിയിട്ട് മധുരം നോക്കിയിട്ടിടാം. ഇതിപ്പോ ഇനി കുറച്ച് കുറുകും അല്ലേ ഈ പൊടി ഇടുമ്പോ? കുറച്ചുകൂടെ വേണം. വേണ്ട, സ്പൂണോ? ഇങ്ങനെ കൊണ്ടിടാം. ഇനി വയറ്റി വെച്ച മഷ്റൂം ഇതിലേക്കിടാം. ഇപ്പൊ പാല് ഏകദേശം കുറുകി അല്ലേ? പാല് കുറുകി. ഇനി നമുക്ക് സാബുനരി ഇടാം. ഇതിപ്പോ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലേ? ഇതിപ്പം നല്ലോണം കുറുകി അല്ലേ? ഇനിയിപ്പോ അടുത്ത സ്റ്റേജ് എന്താണ്? ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ദേശം നല്ലോണം ചേർക്കാം. പായസം ഏകദേശം റെഡിയായി. ഇനി ഇതിലോട്ട് നെയ്യിൽ കശുവണ്ടിയും മുന്തിരിയും ഇടാം. ചൂടാവട്ടെ കേട്ടോ. പിന്നെ ഇതില് ഒന്ന് അണ്ടിപ്പരിപ്പ് നെയ്യും വറുത്തിടണം അല്ലേ? നെയ്യിലോട്ട് അണ്ടിപ്പരിപ്പിടാം.
ഇളക്കണം. അടുത്തത് മുന്തിരിങ്ങ അല്ലേ? ഇനി അതേ നെയ്യിൽ തന്നെ മുന്തിരി ഇടും. ഇപ്പോൾ പായസം റെഡിയായി. ഇപ്പൊ കൂൺ പായസം റെഡി. ഇത് തന്നെ വേറൊരു ടൈപ്പ് കൂടി പായസം ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. അപ്പൊ അതും കൂടി നമ്മൾ നോക്കാം അല്ലെ? നേരത്തെ നമ്മൾ കുറച്ച് പായസം മാറ്റി വെച്ചിട്ടില്ലേ, അതിലോട്ട് നമുക്ക് ഈ കാരമലൈസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു പാൽപ്പായസവും ഒരു പ്രഥമൻ വെച്ചും. ഇനി നമ്മുടെ രണ്ടാമത്തെ പായസത്തിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. അപ്പോൾ നമ്മുടെ പായസം പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റീന് 2 തരത്തിലുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കാരമൽ വെച്ചും ഒന്ന് സാധാ കൂണിനെ കൊണ്ടും. അപ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. ടേസ്റ്റ് ചെയ്തു. കാരമൽ വെച്ചിട്ട് ഇതിലിപ്പോ കാരമലും ഹോർലിക്സും ഒക്കെ വെച്ചിട്ടുണ്ടാക്കി. അല്ല, ബൂസ്റ്റ് അല്ലേ? ഹോർലിക്സ് കൂണും. അപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. നന്നായിട്ടുണ്ട്. ഇപ്പം ശരിക്കും നമ്മുടെ അട ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കൂണിനെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇത് കഴിച്ചോ? ഇപ്പം അടുത്ത പായസം ഞാൻ ടേസ്റ്റ് നോക്കുകയാണ്. നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത് അതാ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ 2 പായസത്തിൻ്റെ ടേസ്റ്റ് ഞാനിപ്പോൾ നോക്കിയിട്ടുണ്ട്. രണ്ടും ഒന്നിനൊന്നിനെ വെച്ചാണ്. അപ്പോൾ ഈ ഒരു കൂൺ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല രസമുണ്ട്. അതുപോലെ ഒരു വെറൈറ്റി ആയിരിക്കും ഓണത്തിന്. സാധാരണ നമ്മൾ പാൽപ്പായസം പ്രഥമൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്തായാലും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു പായസം ഉണ്ടാക്കി തന്നതിന് റീനുവിനും ഒരുപാട് നന്ദി. എന്തായാലും ഓണാശംസകൾ. താങ്ക് യു.